എല്ലാം കഴിഞ്ഞ് മാത്സ് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നെങ്കിൽ മാത്സിൽ എ പ്ലസ് പോകും, അല്ലെങ്കിൽ നിങ്ങൾ മാത്സിനെ വെറുക്കും. ശുഭദിനം. അപ്പോൾ എന്താണ്? യെസ്, മാത്സ് നമുക്ക് പെയർസ് ഓഫ് ഇക്വേഷൻസ് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ലൈവിൽ തൂഫാനാക്കിയതാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആപ്പിലൂടെയും മറ്റ് വീഡിയോസിലൂടെയും ഒക്കെ ചെയ്യണമെന്ന്. സോ പെയർസ് ഓഫ് ഇക്വേഷൻസിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്നതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാവർക്കും കിട്ടും. നമ്മൾ അതിൽ കഴിഞ്ഞ തവണ ചെയ്തതിൽ നിന്ന് അല്ലെങ്കിൽ ലൈവ് ചെയ്തതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ സെയിം ആയിട്ട് പോകും, പക്ഷേ ആ ക്വസ്റ്റ്യനിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. വായിച്ചു നോക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഉറപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമായിരിക്കും. ഓക്കെ, യെസ്. 4 years ago, 4 വർഷം മുന്നേ റഹീമിന്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 times 3 മടങ്ങാണ് രാമുവിന്റെ ഏജ്. മനസ്സിലാക്കേണ്ടി എന്താ? ഇപ്പോഴത്തെ കാര്യമാണോ പറയുന്നത്? അല്ല, 4 വർഷം മുന്നേത്താണ് പറയുന്നത്. നോക്കടാ, ഇത് നൗ, ഇത് ഇപ്പോഴാണെന്ന് വിചാരിക്കേ. ഇപ്പോഴത്തെ ആണോ പറയുന്നത്? അല്ല സാർ, എപ്പോഴത്താ പറയുന്നത്? 4 വർഷം മുന്നേത്തതാണ് നമ്മളോട് പറഞ്ഞത്. 4 വർഷം മുന്നേ എന്താണ് ഓലെ ഏജ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ്? യെസ് സാർ, റഹീമിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങ്. അതായത് രാമുവിന് 10 ആണെങ്കിൽ അതിൻ്റെ 3 times 30 ആയിരിക്കും റഹീമിന്. രാമുവിന് 50 ആണെങ്കിൽ അതിൻ്റെ 3 times 150 ആയിരിക്കും റഹീമിന് ഏജ്. 150ഓ? എന്താടാ ഇത്? ഇവൻ്റെ ഡയറ്റ് പ്ലാൻ ഒന്നും അറിയണമല്ലോ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് സർ, 4 വർഷം മുന്നേ റഹീമുണ്ട് രാമുണ്ട്, ഓലെ ഏജ് തമ്മിലൊരു ബന്ധമുണ്ട്. രാമുവിന് എത്രയാണോ അതിൻ്റെ 3 times ആയിരിക്കും റഹീമിന്. ഇവിടെ 10 ആണ്, ഇവിടെ 30. ഓക്കെ, യെസ്, അവിടെ വെക്ക്. ബാക്കി എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ആഫ്റ്റർ 2 years, പിന്നെ പറയാണ് 2 വർഷത്തിന് ശേഷം. നോക്കടാ, ഇതാണ് ഇപ്പോഴത്തത്. അതിൽ 4 വർഷം മുന്നേ ഉള്ള കണക്ഷൻ ആദ്യം പറഞ്ഞു 3 times ആണെന്ന്. ഇനി പറയുന്നത് ഇവിടുന്ന് 2 വർഷത്തിന് ശേഷം അല്ല, എവിടുന്ന നൗ, ഇപ്പള്ളയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം. ആദ്യം പറഞ്ഞത് എന്താ? ഇപ്പള്ളയിൽ നിന്ന് 4 വർഷം മുന്നുള്ള ബന്ധം. ഇനി പറയാൻ പോകുന്നത് ഇപ്പള്ളയിൽ നിന്ന് 2 വർഷത്തിന് ശേഷം എന്തോ ഒരു ബന്ധമുണ്ട് ഓലെ ഏജ് തമ്മിൽ. എന്താണ് ആ ബന്ധം? ദിസ് വുഡ് ബിക്കം 2 times. നേരത്തെ 3 times ആയിനൊന്ന് പറഞ്ഞില്ലതിനോ? അതായത് 4 വർഷം മുന്നേ രാമുവിന് 10 ആണ്, റഹീമിന് 30. 3 times ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് പറയുന്നത് ഇവിടുന്ന് 2 വർഷത്തിന് ശേഷം എന്തായിരിക്കും ബന്ധം? ഡബിൾ, 2 times ആവുന്ന പറഞ്ഞത്. അതായത് രാമുവിന് 10 ആണെങ്കിൽ റഹീമിന് 20, രാമുവിന് 50 ആണെങ്കിൽ റഹീമിന് 100. അപ്പൊ ഇവിടെ 3 times ആണ് ആ ബന്ധം, ഇവിടെ 2 times ആണ് ആ ബന്ധം. ശരിക്കും നല്ല അടിപൊളി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാത്സേ പ്രശ്നമില്ല. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നില്ല. ഞാൻ അങ്ങനെ നെഗറ്റീവ് അടിക്കല്ല, പക്ഷേ ഏതൊരു കുട്ടി ഇവിടെ ബുദ്ധിപൂർവ്വം സാർ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കണം, ഇത് ഇങ്ങോട്ട് എങ്ങനെ പോയെന്ന് മനസ്സിലായിട്ടേ ഞാൻ വീഡിയോ പോസ് ഒഴിവാക്കി ബാക്കി കാണുന്നുള്ളൂ. ആ മെൻറ്റാലിറ്റിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഓരോ വേർഡ് ബൈ വേർഡ് മനസ്സിലാക്കാൻ മൈൻഡോടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മാത്സ് നല്ലോണം അറിയാമെന്നുള്ളത്. ഓക്കെ ആണല്ലോ? സോ സാർ, കൂടുതൽ ബിൽഡപ്പ് വേണ്ട സാർ. ഇവിടെ 2 പേരുണ്ട്, രാമുവുണ്ട് റഹീമുണ്ട്. സാർ, ആരൊക്കെയുണ്ട്? രാമുവുണ്ട് റഹീമുണ്ട്. സാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? രാമുണ്ട് റഹീമുണ്ട്. സാർ, ഇവിടെ ആരുടെ ഏജാണ് കൂടുതൽ? രാമുവിനുള്ളതിൻ്റെ 3 ഇരട്ടി റഹീമിന് ഉണ്ടാവുന്ന പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ 2 ഏജ് നമുക്കറിയൂല അല്ലേ? രാമുവിന് എത്രയാണെന്ന് അറിയൂല, റഹീമിന് എത്രയാണെന്ന് അറിയൂല. സോ നമ്മൾ എന്താ ഈ ചാപ്റ്ററിൽ ചെയ്തുകൊണ്ടിരുന്നത്? സർ, അറിയാത്തതുണ്ടെങ്കിൽ അവനെ പേര് കൊടുക്കും. ഒരാൾക്ക് എക്സ്, ഒരാൾക്ക് വൈ. സോ ഞാൻ ഒരാളുടെ ഏജ് എക്സ് എന്നെടുക്കുകയാണ്, മറ്റേ ആളുടെ ഏജ് വൈ എന്നെടുക്കുകയാണ്. റെഡി ആണല്ലോ? എല്ലാവരും റെഡിയാണ്. അങ്ങനെയെങ്കിൽ സർ, ആരുടെ ഏജ് ആണ് എക്സ് എന്നെടുക്കുന്നത്? അതിപ്പോൾ ആരുടെടുത്താലും കുഴപ്പമില്ല മച്ചു. ഞാൻ എടുക്കുന്നു ഇപ്പോഴത്തെ കേട്ടോ. നമ്മൾ എടുക്കുമ്പം രാമുവിൻ്റെ സർ ഇപ്പോഴത്തെ ഏജ് ഉണ്ട് 4 വർഷം. നോക്കി, ഇപ്പോഴത്തെ ഏജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദെയർ ഏജസ് നൗ? ഇപ്പോഴത്തെ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിക്കണം. 4 വർഷം മുന്നുള്ള ഏജിനെ കുറിച്ച് പറഞ്ഞിക്ക്, 2 വർഷത്തിന് ശേഷമുള്ള ഏജിനെ കുറിച്ച് പറഞ്ഞിക്ക്. സോ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഏജിനാണ് ഞാൻ എന്തെടുക്കുന്നത്?
എക്സ് എന്നും വൈ എന്നും എടുക്കുന്നത്? നൗ കണ്ടോ, നൗ ഇപ്പോഴത്തെ ഏജിനെയാണ് ഞാൻ എക്സ് എന്നും വൈ എന്നും എടുക്കുന്നത്. ഇപ്പം ഞാൻ രാമുവിൻ്റെ ഏജ് എത്ര എന്ന് എടുക്കുന്നു മുത്തൂസ്? സർ എക്സ്. അങ്ങനെയാണെങ്കിൽ ആരെയും കേളു അടുത്ത് റഹീം അല്ലേ, റഹീമിൻ്റെ ഏജിൻ്റെ ഞാൻ എന്തും എടുക്കുന്നു? വൈ എന്നും എടുക്കുന്നു. ഇതന്നെയല്ലേ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? എന്തോ മാറ്റമുണ്ടോ? ഇതുവരെ ഒരു മാറ്റവും. സർ അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സർ ഇവിടെ പറയുന്നത്, ആദ്യം തന്നെ ഇവിടെ പറയുന്നത് 4 വർഷം മുന്നുള്ള കണക്ഷൻ അല്ലേ സാറേ? എന്താ പറയുന്നത്? 4 വർഷം മുന്നുള്ള കണക്ഷൻ അല്ലേ സാറേ? ഇപ്പോഴത്തെ കണക്ഷൻ ആണോ പറയുന്നത്? അല്ല, 4 വർഷം മുന്നേ ഇവരുടെ ഏജ് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ സാർ 4 വർഷം മുന്നേ ഇവർക്ക് എത്ര ഏജ് ഞങ്ങൾക്കറിയോ? 4 വർഷം മുന്നേ ഇവർക്ക് എത്ര ഏജ് ഞങ്ങൾക്കറിയോ? ഞങ്ങൾ ഇവിടെ എഴുതിയത് എന്താണ്? ഇപ്പോൾ ഓലെ ഏജ് എക്സും വൈയും ആണെന്നാണ്. സോ 4 years ago ഓളുടെ ഏജ് എന്തായിരിക്കും? 4 years ago ഇവരുടെ ഏജ് എന്തായിരിക്കും? നിങ്ങൾ പറ മുത്തൂസേ. സർ 4 years ago എന്തായിരിക്കും ഓലെ ഏജ്? എടാ സിമ്പിൾ അല്ലടാ, നിങ്ങൾക്ക് ഇപ്പോൾ 16 ആണെങ്കിൽ 4 വർഷം മുന്നേ എത്ര ഏജ്? 16 4 വർഷമാ പോരെ, 12 അല്ലേ? എനിക്കിപ്പോൾ 25 വയസ്സെങ്കിൽ 4 വർഷം മുന്നേ എത്ര വയസ്സ്? 25 4 കുറയ്ക്കാം. അതുപോലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, റഹീമിന് 4 വർഷം മുന്നേ എന്താണ് ഏജ്? സോറി, റഹീം അല്ലല്ലോ അല്ലേ ആദ്യം വരണ്ടേ? ആദ്യം ആരാ? രാമുവിന് 4 വർഷം മുന്നേ എന്താ ഏജ് വരേണ്ടത്? എന്താടാ രാമുവിന് 4 വർഷം മുന്നേ എത്ര? ഇതൊക്കെ എന്തോന്ന്? അയ്യോ ഇതെങ്ങനെ പോകുന്നേ? രാമുവിന് ഓക്കെ 4 വർഷം മുന്നേ രാമുവിന് ഏജ് എത്ര? റഹീമിന് ഏജ് എത്ര? ഇതാണ് എനിക്കറിയേണ്ടത്. സാർ സിമ്പിളാണ്. ഇപ്പം ഞങ്ങൾക്ക് 12 വയസ്സാണെങ്കിൽ 4 വർഷം മുന്നേ എത്ര? 12 നെട്ട് കുറയ്ക്കുക. അതുപോലെ റഹീമിന് ഇപ്പം എത്ര? എക്സ്. അപ്പം 4 വർഷം മുന്നേ എത്ര ആയിരിക്കും? ഈ എക്സ് 4 കുറയ്ക്കുക, എക്സ് -4. സിമ്പിൾ അല്ലേ സാർ? എക്സ് -4. അങ്ങനെയാണെ റഹീമിനോ? സാർ ഇപ്പം വൈ ആണ്. അപ്പം 4 വർഷം മുന്നേ വൈ -4. ഹായ് നല്ല രസമുണ്ട് അല്ലേ? ഒരു പ്രശ്നവുമില്ല സാർ. ഇപ്പോഴുള്ള ഏജിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്പോഴുള്ള ഏജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4 വർഷം മുന്നുള്ളതിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്, 2 വർഷത്തിന് ശേഷമുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ഇപ്പോഴുള്ള ഏജ് എക്സ് എന്നും വൈ എന്നും എടുത്ത്, സോ 4 വർഷം മുന്നേ എന്തായിരിക്കും? എന്തിനാ സാർ 4 വർഷം മുന്നത്തെ കണക്ക് ഇവിടെ എഴുതി? കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എഴുതി 4 വർഷം മുന്നേ. രാമുവിന് എത്രയായിരിക്കും? ഇപ്പം എക്സ് ആണെങ്കിൽ 4 വർഷം മുന്നേ എക്സ് -4, അതുപോലെ തന്നെ വൈ -4. ഇനി സർ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 വർഷം മുന്നേ ഓലെ ഏജ് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. റഹീമിൻ്റെ ഏജ് എന്താ? രാമുവിൻ്റെ 3 times. രാമുവിന് 10 റഹീമിന് 30. രാമുവിന് 20 റഹീമിന് 60. 3 times. രാമുവിന് എത്രയാണോ ഏജ് അതിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിൻ്റെ ഏജ് കിട്ടുക എന്നാണ് പറഞ്ഞത്. നോക്കടാ, രാമുവിന് 10 റഹീമിന് 30. രാമുവിന് 20 റഹീമിന് എത്ര ആയിരിക്കും? 60 അല്ലേ? 4 വർഷം മുന്നേ. രാമുവിന് 100 റഹീമിന് 300. അതായത് രാമുവിന് എത്രയാണോ അതിനെ 3 കൊണ്ട് ഗുണിക്കുക. രാമുവിന് എത്രയാണോ അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ ആ റഹീമിൻ്റെ ഏജ് കിട്ടുക. രാമുവിന് 10 അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. രാമുവിന് 20 അതിനെ 3 കൊണ്ട് ഗുണിച്ച് 60 ആയിരിക്കും റഹീമിൻ്റെ ഏജ്. സോ 4 വർഷം മുന്നേ രാമുവിൻ്റെയും റഹീമിൻ്റെയും ഏജ് ഇതാണ്. അവരുടെ ഏജുകൾ തമ്മിലുള്ള ബന്ധം, രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാൽ റഹീമിൻ്റെ ഏജ് കിട്ടും എന്നതാണ്. ഇവിടം വരെ ഒരു പ്രശ്നവുമില്ല സാർ. സിമ്പിളായി ശ്രദ്ധിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ സാർ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. സാർ പറഞ്ഞില്ലേ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുമെന്ന്. അത് നമുക്കൊന്ന് എഴുതി നോക്കുക സാറേ. ഓക്കെ സാർ, നമുക്ക് എഴുതി നോക്കാം. അതായത് എക്സ് -4നെ 3 കൊണ്ട് ഗുണിച്ചാൽ വൈ -4 കിട്ടുന്നല്ലേ സാർ പറഞ്ഞത്? ഇന്ന് പിടിച്ചോ, എഴുതിക്കോ സാറേ, എഴുതിക്കോ. എക്സ് -4നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് 3 ഇട്ടാൽ മതി സാർ. ഇങ്ങനെ ഇടാണ്ട് സാറ് എക്സ് -4നെ 3 കൊണ്ട് ഗുണിക്കണം എന്നും പറഞ്ഞ് എക്സ് -4 ഗുണിക്കണം 3 ഇങ്ങനെയാണോ എഴുതണ്ടേ സാർ? ഒരിക്കലും എഴുതാൻ പാടില്ല. കാരണം എന്താ? ഇങ്ങനെ എഴുതിയാൽ ഈ 3 കൊണ്ട് ആരെ മാത്രമേ ഗുണിക്കൂ? 4നെ മാത്രമേ ഗുണിക്കൂ. 4നെ മാത്രം ഗുണിച്ചാൽ മതിയോ? പോരെ സാർ. ഈ എക്സ് -4 എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് നമുക്ക് 3 കൊണ്ട് ഗുണിക്കേണ്ടത്. സോ നമ്മൾ എന്താ എഴുതണ്ടേ? എക്സ് -4 ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം. സോ ബ്രാക്കറ്റിൻ്റെ പുറത്തിട്ട ഇൻറ്റു എന്നാണ് അർത്ഥം. സോ എക്സ് -4നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും സാർ? രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് ഗുണിച്ചാൽ റഹീമിൻ്റെ ഏജ് കിട്ടും. അതായത് വൈ -4 കിട്ടും. സർ ഇവിടുന്ന് സിമ്പിളായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ?
എങ്ങനെ? മെല്ലെ നോക്ക് സാർ, ഒന്ന് മെല്ലെ നോക്കി. ഈ പുറത്തുള്ള 3 കൊണ്ട് അകത്തുള്ള 2 ആളെയും ഗുണിക്കാമെന്ന് സാറിന് അറിയാലോ, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ 3 × x എത്ര? 3x മൈനസ് ഇവിടെ ഉണ്ട്. ഇനിയോ 3 × 4 എത്ര? 12 ആണ് സാർ. അതും ഈസി. ഇവിടെ എന്താ ഉള്ളത്? y - 4. ഒരു നല്ല ഇക്വേഷനായി വരുന്നുണ്ട്, നല്ലൊരു ഇക്വേഷനായി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു വൃത്തിയുള്ളതാക്കണേ സാർ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ പഠിച്ചത് എന്താണ് സാർ? ഒരു ഇക്വേഷൻ ആകുമ്പോൾ അതിൽ എക്സും വൈയും ഒരു സൈഡിൽ ഉണ്ടാവും, ആ സമചിഹ്നത്തിന്റെ മറ്റേ സൈഡിൽ ഉണ്ടാവും ഒരു നമ്പറും. നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാറ്റല്ലേ അത്. ഇവിടെ ഇപ്പൊ എന്താണ് ഇതിന് പ്രശ്നം സാർ? എക്സ് ഇവിടെ ഉണ്ട്, വൈ ഇവിടെ ഉണ്ട്, ഒരു നമ്പർ ഇവിടെ ഉണ്ട്, ഒരു നമ്പർ ഇവിടെ ഉണ്ട്. അങ്ങനെ താൽക്കുലത്തെ പരിപാടി ഒന്നും നമ്മൾ എന്ത് ചെയ്യൂല, എടുക്കൂല. സോ ഈ 3x ഇവിടെ തന്നെ നിന്നോട്ടെ. ആ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ വൈനെ അങ്ങോട്ടും എടുക്കുക. അപ്പൊ 3x ഇവിടെ ഉണ്ട്, ഈ വൈയും ഇങ്ങോട്ട് വരും. സാർ ഈ നമ്പർ ഇവിടെ വേണ്ട, നമ്പർ ഒക്കെ അലമ്പൊക്കെ അങ്ങോട്ട് പോട്ടെ. സോ ഞാൻ ഈ നമ്പറിനെ അങ്ങോട്ടും അങ്ങെടുക്കുക. എന്താ സംഭവിക്കുക? നല്ലോണം നോക്കിയോളി. സിംപ്ലോസ്കി മാറ്റർ സാർ. ഇവിടെ 3x ഉണ്ട്, ഇവൻ അങ്ങോട്ട് പോയി, ഈ y ഇങ്ങോട്ട് വന്ന -y = ഇവിടെ ഇനി -4 ഉള്ളൂ. ഈ -12 ഇങ്ങോട്ട് വന്ന +12 ആയി സാറേ, +12 ആയി സാറേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിയോ എന്താണ് നമ്മുടെ ഇക്വേഷൻ? 3x - y = അയ്യോ സാറേ ഇതെങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യുക എന്ന് അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ഇത് പറയാൻ പോവാണ് നമ്മൾ. ഈ ക്വസ്റ്റ്യൻ അല്ല, സകല ക്വസ്റ്റ്യനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു പ്രത്യേക പേപ്പറിൽ നോക്കാം. സാർ 4 - 2 എങ്ങനെയാ സാറേ ചെയ്യുക? 4 - 2 എത്ര? 2 തന്നെയാണ് സാറേ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, 2 - 4 എങ്ങനെയാ ചെയ്യുക സാറേ? 2 - 4 എങ്ങനെയാ ചെയ്യുക? അപ്പൊ മക്കൾ മനസ്സിലാക്കണ്ടേ, ഇവിടെ ഒരു 2 കേസുകളുണ്ട്. സെയിം സൈൻ വരുന്നതും ഡിഫറെന്റ് സൈൻ വരുന്നതും ഉണ്ട്, സെയിം സൈൻ വരുന്നതും ഉണ്ട്. എന്താ സാറാ പറഞ്ഞത്? ഒന്നുമില്ലടാ, ഇവിടെ 2ന്റെ സൈൻ ചിഹ്നം എന്താ? മൈനസ്. 4ൻ്റെതോ? ഒന്നുമില്ല സാർ, അതിനർത്ഥം എന്താ? പ്ലസ്. സാർ ഇവിടെ 4ന്റെ മൈനസ്, 2ന്റെ എന്താ? ഒന്നുമില്ല, അതിനർത്ഥം പ്ലസ്. സോ ഈ ഒരു കണക്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, അതായത് ഡിഫറൻറ്റ്, വ്യത്യസ്ത ചിഹ്നമാണ്. സർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ വ്യത്യസ്ത ചിഹ്നം ഡിഫറെന്റ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. എങ്ങനെ? ഡിഫറെന്റ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ഓലെ ആ ഒരു ഡിഫറൻസ് എടുക്കുക, എന്നിട്ടോ വലിയോനാരാ ഓന്റെ സൈൻ കൊടുക്കുക. എങ്ങനെ സർ? ഡിഫറെന്റ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുന്നു, വലിയോന്റെ സൈൻ ഇടുന്നു. ഓക്കെ ആണല്ലോ? ഡിഫറൻസ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുന്നു, വലിയോന്റെ സൈൻ ഇടുന്നു. സോ 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര സാറേ? 2 ആണ്. ഓക്കെ, വലിയോനാരാ 4, ഓന്റെ സൈൻ എന്താ? മൈനസ്. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞില്ലേ സാർ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കുക. -4 + 10. ഹായ് സാർ, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. എന്താ ചെയ്യേണ്ടത് സാർ? വ്യത്യസ്ത ചിഹ്നമാണ്. എന്ത് ചെയ്യണം? ഇവരെ ഡിഫറൻസ് എടുക്കുക. എങ്ങനെ? വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 10 - 4 കുറയ്ക്കുക എത്ര? 10 - 4 കുറയ്ക്കുക എത്ര? 6 ആണ് സാർ. ഇനി ഏത് ചിഹ്നം ഇടേണ്ടത്? വലുതിന്റെ ചിഹ്നം. വലുത് 10, ഓന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? +6 ആണ്. ഇനി +6 എന്ന് പ്രത്യേകം എഴുതണോ? നമ്മൾ 10 എന്ന് പറഞ്ഞാൽ എന്താ? അത് +10 ആണ്. സോ നമ്മൾ +6 എന്ന് പ്രത്യേകം എഴുതണ്ട, 6 ആണ് ആൻസർ. അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ള മക്കൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യൂ. എന്താണ് ഇതിന്റെ ആൻസർ? ഇപ്പൊ പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ സാർ, ഇനി സെയിം സൈൻ ആണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സാർ? 5 + 10. 10ന്റെ സൈൻ എന്താ? പ്ലസ് ആണ്. 5ൻ്റെ അതെന്താ? ഒന്നും കാണുന്നില്ല, അപ്പൊ പ്ലസ് ആണ്. സെയിം സൈൻ ആണ് സാറേ. 5ഉം 10ഉം കൂടി കൂട്ടിയ 15. സിമ്പിൾ സാർ. പ്രശ്നം വരാൻ പോകുന്ന അവിടെ അല്ല. -5 - 10 എന്താണ് സാർ ചെയ്യുക? ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ്, സെയിം സൈൻ, സെയിം ചിഹ്നം സാർ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കൂടി ആയിട്ട് കൂട്ടുക. 10ഉം 5ഉം കൂടി കൂട്ടുക 15. ആൻഡ് ആ സെയിം സൈൻ ഏതാ? സെയിമായി വന്ന സൈൻ ഏതാ? ഇവിടെ മൈനസ് ആണ്. ആ മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക സാർ. -6 - 12 എന്താ ചെയ്യേണ്ടത്? സെയിം സൈൻ, ഒരേ ചിഹ്നം. 6ഉം 12ഉം കൂടി അങ്ങ് കൂട്ടുക 18. ഇവിടെ ഉള്ള അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക, -18. സിമ്പിൾ ആണല്ലോ. സോ എന്താ മനസ്സിലാക്കേണ്ടത്? വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണടാ?
സർ സിമ്പിൾ ഓലെ ഡിഫറൻസ് എടുക്കുക, വലുതെന്ന് അങ്ങ് ചെറുത് കുറച്ചേക്കുക. ഓക്കെ, വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കുക. 10 4 കുറച്ച 6 ആൻഡ് വലുതിൻ്റെ ചിഹ്നം ഇടുക. 10ന്റെ ചിഹ്നം പ്ലസ് ആണ്, സോ +6. ഇനി ഒരേ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യുക, ഓലെ തമ്മിൽ അങ്ങ് കൂട്ടുക, 10 5 കൂടെ കൂട്ടുക, എന്നിട്ട് ഇവിടെ ഉള്ള ചിഹ്നം ഇട്ട് കൊടുക്കുക, +5 അല്ലെ വെറും 5. ഇനി -6 -12 ആണ്, ഒരേ ചിഹ്നമാണ്, 6 12 കൂടി കൂട്ടുക 18, ഏതാ സൈൻ നെഗറ്റീവ്, സോ -18 ആൻസർ. ഇനി ഒരു ബോണസ് പോയിന്റും കൂടി പറയുന്നു. സർ ഞങ്ങൾ ഇങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 പ്ലസ് ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യുക സർ? 2 പ്ലസ് ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യുക? ഈ 2 പ്ലസ് ഒരുമിച്ച്, ഫോർ എക്സാമ്പിൾ 5 + +4 എന്ന് വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സർ? 2 പ്ലസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു പ്ലസിൻ്റെ എഫക്റ്റേ ഉള്ളൂ. ഇങ്ങനെ 5 + 4 9 എന്ന് എഴുതിയാൽ മതി. അതായത് 2 പ്ലസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് തന്നെ പ്ലസ് തന്നെയാണ്. സർ അങ്ങനെയെങ്കിൽ 2 മൈനസ് ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും? അതായത് 5 - -4 എന്ന് വന്നാൽ എന്തായിരിക്കും സാറേ? സർ സിമ്പിൾ, 2 മൈനസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിൽ അടി കൂടിയിട്ട് അത് എന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, സോ 2 മൈനസ് ഒരുമിച്ച് വന്നാൽ അതെന്താണ്? പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ സാറേ ഒരു മൈനസും ഒരു പ്ലസും കൂടി വന്നാൽ എന്താവും? ഒരു മൈനസും ഒരു പ്ലസും കൂടി വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇതെന്താ 5 + 4 9. ഫോർ എക്സാമ്പിൾ 5 - +4 എന്നാ വന്നതെന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടോ കണ്ട്. അപ്പം ഞങ്ങൾ എന്താണ് സാർ ചെയ്യേണ്ടത്? ഞങ്ങൾക്കറിയാം സാർ, ഒരു മൈനസും ഒരു പ്ലസും ഇങ്ങനെ തൊട്ടടുത്ത് വെറുതെ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് ഒഴിവായി എന്തായി പോവും? മൈനസ് ആണ് ഉണ്ടാകുക. സോ 5 - 4 എത്ര? 1 ആയിരിക്കും ആൻസർ. സോ മൈനസും പ്ലസും കൂടി ഒരുമിച്ച് വന്നാൽ എന്താണ് ഉണ്ടാകുക? അവിടെ മൈനസ് ആണ് ബാക്കി ഉണ്ടാകുക. ഈ ഒരു പോയിന്റ് എപ്പോഴും മക്കളെ മനസ്സിൽ ഉണ്ടാവണം. ഇത് ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി മാത്രമല്ല, കണക്ക് നിങ്ങൾ ഏതൊക്കെ കാലം പഠിക്കുന്നോ ആ കാലത്തേക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. സോ സർ പറയേണ്ടത് എന്താണ്? 2 പ്ലസ് വന്നാൽ പ്ലസ് ആണല്ലേ, ഒരേ പോണുള്ള ചിഹ്നം ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക? പ്ലസ് തന്നെയാണ് ഉണ്ടാകുക. വ്യത്യസ്ത ചിഹ്നമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് മൈനസ് ആയിരിക്കും. ഇതിങ്ങനെ തൊട്ടടുത്ത് വരുമ്പോഴുള്ള കാര്യം കേട്ടോ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഈ 2 സാധനങ്ങൾ ഡിഫറൻസ്, അതുപോലെ ഡിഫറൻസ് സൈന്, സെയിം സൈന്, അതായത് ഒരേ ചിഹ്നം ഇങ്ങനെ വരുന്നത്. നേരത്തെ പറഞ്ഞത് എന്താ? ഇത് ഓക്കെ സാറ്, ഇതെന്താ പ്ലസ് മൈനസ് ഡിഫറെൻ്റ് അല്ലേ സാർ? ഇവിടെ ഡിഫറെൻ്റ് അല്ലേ പറഞ്ഞേ? അങ്ങനെ അല്ല കേട്ടോടാ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കണക്ക് ചെയ്യുമ്പോൾ 2 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് വരികയാണ്. അന്നപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലസും മൈനസും ആണെങ്കിൽ അത് ഒഴിവായി പോയിട്ട് എന്താവും? മൈനസ് ആവും. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കണക്ക് ചെയ്യുമ്പോൾ 4ന്റെ സൈൻ പ്ലസ് 2ന്റെ മൈനസ് ഡിഫറൻസ് സൈൻ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു. സെയിം സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു. സോ ഏതൊരു മക്കൾക്കും ക്ലിയർ ആയി ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ പറഞ്ഞ എന്താ ആൻസർ? സിമ്പിൾ അല്ലേ? ആണല്ലോ സർ, ഡിഫറൻസ് സൈൻ ആണ്. സോ ഇവരുടെ ഡിഫറൻസ് എടുക്കുക, വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 12ന്ന് 4 കുറച്ചാൽ 8 ആണ്. സർ വലുതിന്റെ ചിഹ്നം ഇടണം, 12 ആണ് വലുത്, അവന്റെ ചിഹ്നം പ്ലസ്, അതായത് +8 എന്നാണ് ആൻസർ. സോ എന്താണ്? ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് എന്ത്? നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ. എന്ത് മൊഞ്ചുള്ള ഇക്വേഷൻ അല്ലേ സർ? ഒന്നാമത്തെ ഇക്വേഷൻ ഞങ്ങൾക്ക് കിട്ടി. മതിയോ? പോരാ സാർ, ഞങ്ങൾക്കൊരു രണ്ടാമത്തെ ഇക്വേഷൻ വേണ്ടേ? ഞങ്ങൾക്കൊരു രണ്ടാമത്തെ ഇക്വേഷൻ കൂടി വേണ്ടേ? എന്നാലല്ലേ അത് സോൾവ് ചെയ്യാൻ പറ്റൂ. സോ മക്കൾ വിചാരിക്കേണ്ട സാർ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ടൈമോ, അങ്ങനെയല്ല. നമ്മൾ ഭയങ്കര ബേസ് ലെവലിൽ വൃത്തിക്കും എല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് എന്ത് ഇത്രയും ടൈം എടുക്കുന്നത്. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സാർ 4 വർഷം മുന്നേ റഹീമിൻ്റെയും രാമുവിൻ്റെയും ഏജ് തമ്മിലൊരു കണക്ഷൻ പറഞ്ഞു. അത് വെച്ച് ഞങ്ങൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. സോ അവൻ്റെ കഥ ഹുവാഹും, അവൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മളോട് പറയാണ് ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഇത് ഡബിൾ ആവുന്ന പറഞ്ഞത്. അതായത് ഇവിടെ 3 ഇരട്ടിയാ നമ്മൾ പറഞ്ഞില്ലേ ഏജ്, ഇനി 2 വർഷം കഴിഞ്ഞാലോ അത് 2 ഇരട്ടിയേ ആവൂ. സോ ആദ്യമുള്ള ഏജ് നമ്മൾ എടുത്തു, 4 വർഷം മുന്നുള്ള ഏജും നമ്മൾ എടുത്തു. ഇനി അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് എടുക്കേണ്ടത് സാർ ആഫ്റ്റർ 2 years, ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം റഹീമിന് എത്ര ഏജ്, രാമുവിന് എത്ര ഏജ് എന്നറിയണം. എടാ നിങ്ങൾക്കിപ്പോൾ 10 ആണ്, 2 വർഷത്തിന് ശേഷം 12. നിങ്ങളിപ്പോൾ 8 ആണെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര? അതിനോട് 2 കൂട്ടുക, 20. അതുപോലെ നിങ്ങൾക്കിപ്പോൾ X ആണ് വയസ്സെങ്കിൽ നോക്കടാ, ഇപ്പോഴുള്ള വയസ്സ് X എന്നല്ലേ എടുത്തേ. അപ്പോൾ രാമുവിന് ഇപ്പോൾ X ആണെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര ആയിരിക്കും? അതിനോട് 2 കൂട്ടുക, X+2. അതുപോലെ റഹീമിന് ഇപ്പം Y ആണെങ്കിൽ 2 വർഷത്തിന് ശേഷം Y+2. സിമ്പിൾ ആണല്ലോ. സോ സാർ സിമ്പിൾ, X+2 ആണ് 2 വർഷത്തിന് ശേഷം രാമുവിൻ്റെ ഏജ്. അതുപോലെ റഹീമിൻ്റെത് Y+2 ആണ് സാറേ.
സിമ്പിൾ സാർ. ഇനി നമ്മളോട് അവർ പറയാണ് എന്താണ് 2 വർഷത്തിന് ശേഷമുള്ള ബന്ധം, ഇത് ഡബിൾ ആവും, കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും എന്നാണ് പറഞ്ഞത്. നേരത്തെ 3 മടങ്ങ് എന്ന് പറഞ്ഞ സാധനമല്ലേ, അതായത് രാമുവിൻ്റെ 3 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിൻ്റെ കിട്ടുക. 10 ആണേ 30, 20 ആണേ 60 അല്ലേ, 3 കൊണ്ട് ഗുണിക്കണം. പക്ഷെ ഇപ്പം നമ്മളോട് പറയാണ് 2 ടൈംസ് 2 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ 10 ആണെങ്കിൽ സാർ ഇവിടെ 20, സാറേ ഇവിടെ 30 ആണെങ്കിൽ ഇവൻ എത്ര വയസ്സ് 60. അതായത് ഇവിടെ ഉള്ളതിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് കിട്ടുക. അതായത് രാമുവിൻ്റെ ഏജിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് റഹീമിൻ്റെ ഏജ് കിട്ടുക, അല്ലെങ്കിൽ രാമുവിൻ്റെ ഏജിൻ്റെ ഡബിൾ 2 ടൈംസ് ആണ് റഹീമിൻ്റെ ഏജ്. സർ സിമ്പിൾ. ഇത് ബോണാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോണ ഒരു ഇക്വേഷൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാക്കിയൂടെ? ഈ കണക്ഷന് ഞങ്ങൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തില്ലേ ഒന്നാമത്തെ, അതുപോലെ ഇതും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തൂടെ? ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാം. സോ എല്ലാ മക്കളും ഇത് മനസ്സിലാവണം, എനിക്ക് പഠിക്കണം, എനിക്ക് അറിയണം എന്നുള്ള മക്കൾ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ എന്താണ് ചെയ്തും കണ്ടും അറിഞ്ഞും കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു ഇപ്പം തന്നെ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യുക. പോസ് ചെയ്യാൻ ഞാൻ കൗണ്ട് ഡൗൺ തരാം. 3, 2, 1 പോസ്. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് നോക്കാം. ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും. x+2വിനെ 2 കൊണ്ട് ഗുണിച്ചാൽ y+2 കിട്ടും സാറേ. നേരത്തെ ചെയ്താൽ തന്നെ എന്നാ ബാക്കിയോട് ചെയ്തു നോക്കുക. ഇതിന് ഉള്ളോട്ട് എടുത്താൽ എന്താ സംഭവിക്കുക? 2 × x, 2x + 2 × 2 4 = y+2. ഇനി സാർ എന്താണ് പറഞ്ഞത്? യെസ് സാർ, എക്സും വൈ ഒക്കെ എക്സും വൈയും ഒരു സൈഡിൽ, നമ്പർ വേറെ സൈഡിൽ, എന്നാലേ വൃത്തിയാവുന്ന സാർ പറഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ പിടിച്ചോ. 2x ഇവിടെ തന്നെ ഉണ്ട്, ഇവൻ പോയി. ഓക്കെ, ഇവൻ ഇങ്ങോട്ട് വന്നു, അപ്പോൾ y ഇങ്ങോട്ട് വന്നാൽ -y = +2 ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ +4 ഇങ്ങോട്ട് വന്നാൽ എന്താവും? -4. സാർ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഇക്വേഷൻ എന്താ? 2x - y = ഇതെങ്ങനെയാ സാർ ചെയ്യാ? ഇതിൻ്റെയൊക്കെ ബേസ് ആജീവനാന്ത കാലത്തേക്കുള്ള ബേസ് അല്ലേടാ ഇവിടെ ഉണ്ടാക്കി വെച്ച്. ഇനി നമുക്ക് അത് വിഷയമുണ്ടോ? ഒരു വിഷയവുമില്ല സാർ. +2 - 4 വ്യത്യസ്ത ചിഹ്നം വന്നു സാർ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക, വലുതും ചെറുതും കുറയ്ക്കുക. 4 ന് 2 കുറയ്ക്കുക, എത്ര? 2 ആണ്. ഇനി വലുതിൻ്റെ ചിഹ്നം ഇടണം, വലുത് 4 ആണ്, അപ്പം അതിൻ്റെ ചിഹ്നം എന്താ? മൈനസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? -2. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി സാറേ. എന്ത് കിട്ടി? രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി സാറേ. ഒന്നാമത്തെ ഇക്വേഷനും കിട്ടി, രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഓക്കെ ആണല്ലോ സർ? 2 ഇക്വേഷൻ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു സർ. ഇത്രയേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. ഇനി എന്താ ചെയ്യേണ്ടത്? 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുന്നേ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇനിയും ചെയ്യേണ്ടത്. സോ ഒന്നാമത്തെ ഇക്വേഷൻ 3x - y = 8 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ 2x - y = -2 ആണ്. സോ ഇവരെ തമ്മിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെയോ വൈനെയോ ഒഴിവാക്കണം. അപ്പോൾ മച്ചന്മാർ നോക്കുമ്പോൾ മനസ്സിലായി, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് എന്താ? -y, അതായത് ഒരൊറ്റ വയ്യേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും വൈൻ്റെ സ്ഥാനത്ത് എന്താ? -y, ഒരൊറ്റ വയ്യേ ഉള്ളൂ. സോ വൈൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്. വൈൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇവരെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഒഴിവാക്കാം. നോക്കടാ, ഈ 4ഉം ഓക്കെ, ഒരു വൈ ഓക്കെ നോക്കിയോളി. വയ്യും ആണുള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരെ തമ്മിൽ എന്താ ചെയ്യേണ്ടത്? കുറച്ചാലാണ് ക്യാൻസലായി പോവുക. അപ്പോൾ നമുക്ക് അവിടെ മൂന്നാമത്തെ ഇക്വേഷനിൽ വൈൻ്റെ സ്ഥാനത്ത് -y ആണ്, ഇവിടെയും -y ആണ്. രണ്ടിടത്തിലും -y ഉള്ളത്. ഈ -yനെയും കൂടി കൂട്ടിയാൽ ഇത് ക്യാൻസലായി പോവോ? സർ ഇല്ല. കൂട്ടിയാൽ ക്യാൻസലായി പോവുക ആരാ? y. രണ്ടും പോസിറ്റീവ് ആണെങ്കിലാണ് എന്ത്? കൂട്ടിയാൽ ക്യാൻസലായി പോകുന്നത്. ഇവിടെയും y. ഇത് രണ്ടും ക്യാൻസലായി പോകണമെങ്കിൽ എന്താണ്? മൈനസ് ചെയ്യണം. രണ്ട് പോസിറ്റീവ് ആണ്, മൈനസ് ചെയ്യണം. സാർ അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്തോ ചെയ്യണോ? സാർ ഇവിടെയും മൈനസ് എന്നാ ചെയ്യേണ്ടത്? കൂട്ടിയിട്ട് കാര്യമുണ്ടോ? സാർ എപ്പോഴാണ് അങ്ങനെയെങ്കിൽ കൂട്ടേണ്ടത്? സാറിന് ഒരു ഇക്വേഷനിൽ -y എന്നുണ്ട്, അടുത്ത ഇക്വേഷനിൽ y എന്നും ഉണ്ട് എന്ന് വിചാരിക്കും. ഈ സന്ദർഭത്തിലാണ് ഇവന്മാരെ തമ്മിൽ കൂട്ടേണ്ടത്. അപ്പോൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഇനി സാറിന് ഒരു ഇക്വേഷനിൽ 2y, അടുത്ത ഇക്വേഷനിലും 2y എന്നാന്ന് വിചാരിക്കും. അപ്പോൾ സാർ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്.
അതായത് ഈ വൈൻ്റെ ചിഹ്നം സെയിം ആണെങ്കിൽ കുറയ്ക്കണം. ഇതൊക്കെ ഇവിടെയും 2y ഇവിടെയും 2y അല്ലേ, സെയിം സാധനമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചാൽ സെയിം സാധനമാണെങ്കിൽ കുറച്ച് ഒഴിവാവില്ലേ? ഇത് സെയിം ആണ്, ഇത് കുറച്ച് ഒഴിവാവില്ലേ സർ? സിമ്പിളാണ്. ഇനി വ്യത്യസ്ത ചിഹ്നമാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. ഇവിടെ -y ഇവിടെ y ആണെങ്കിൽ എന്താ? വ്യത്യസ്ത ചിഹ്നം. സോ നമ്മൾ കൂട്ടിയാലേ ക്യാൻസലായി പോകും. നോക്കടാ, -3y 3y ആണുള്ളത് എന്ന് വിചാരിക്കുക. സോ എങ്ങനെയാണ്? കൂട്ടിയാലാണിത് ക്യാൻസലായി പോവുക. സോ ഒരേപോലുള്ള സാധനമാണ് y എങ്കിൽ, ഫോർ എക്സാമ്പിൾ y ആണെങ്കിൽ അത് കുറച്ചാൽ ഒഴിവാകുക. അല്ലെങ്കിൽ -3y -3y ആണെങ്കിൽ അതും കുറച്ചാലാണ് ഒഴിവാകുക. സർ വ്യത്യസ്ത ചിഹ്നം വന്നാൽ -3y + 3y ഇതാണെങ്കിൽ നമ്മൾ കൂട്ടിയാലേ ഒഴിവാവുള്ളൂ. ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. സിമ്പിൾ ആണടാ. ഞാൻ പറഞ്ഞത് എന്താണ് സർ? ഇക്വേഷനിൽ വൈൻ്റെ സ്ഥാനത്ത് y ഒരേ സാധനമാണെങ്കിൽ ഒരേ സാധനം എണ്ണം സെയിം ആക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. സൈനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെയും y പ്ലസ് ആണ്, ഇവിടെയും y പ്ലസ് ആണ്. സോ ഒരേ സാധനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്താലാണ് ഇവർ ക്യാൻസലായി പോവുക. അങ്ങനെയെങ്കിൽ സർ -y ഇങ്ങനെയാണെങ്കിലോ സർ അപ്പോഴും നമുക്ക് മൈനസ് ചെയ്താലാണ് ക്യാൻസലായി പോവുക. ഇനി സാർ ഇങ്ങനെ അല്ല എന്ന് വിചാരിക്കുക. സർ എന്താണ്? ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. സർ ഇവിടെ +y ആണ്, ഇതെന്താണ്? -y ആണ്. ഇതെങ്ങനെ ക്യാൻസലായി പോവുക? വ്യത്യസ്ത സാധനമാണെങ്കിൽ സർ അത് കൂട്ടിയാൽ മതി. സോ ആള് വ്യത്യസ്തമാണെങ്കിൽ കൂട്ടിയാലാണ് ക്യാൻസലായി പോവുക. ആള് സെയിം ആണെങ്കിൽ കുറച്ചാലാണ് ക്യാൻസലായി പോവുക. മക്കളെ ആലോചിക്കുക, എന്തേ? സെയിം ആൾക്കാരാണെങ്കിൽ ഓലെ തമ്മിൽ കുറച്ചാൽ അങ്ങ് ഒഴിവായി പോവും. ഓക്കെ, സെയിം ആൾക്കാരാണെങ്കിൽ ഓലെ തമ്മിൽ കുറച്ചാൽ ഒഴിവായി പോകുന്നു മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. അപ്പം നിങ്ങളെ മൈൻഡിലേക്ക് ഒരു ചോദ്യം വരും, അപ്പോൾ സെയിം ആൾക്കാരല്ല, ചിഹ്നം വ്യത്യസ്ത ചിഹ്നമുള്ള ആൾക്കാരാണെങ്കിലോ? മറ്റേത് കുറയ്ക്കാന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത് കൂട്ടുകയെന്ന്. ഓക്കെ, ആ ഒരു മൈൻഡിലേക്ക് എത്തണം. സോ നമ്മളുടെ ആദ്യത്തെ ഇക്വേഷനിൽ 3x - y = 8 -y എന്നാണുള്ളത്, ഇവിടെയും -y എന്നാണുള്ളത്. അതായത് ഒരേപോലെയുള്ള ആൾക്കാരാണ്. -y. സോ നമുക്ക് മനസ്സിലായി, ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഓലെ കുറച്ചാൽ ഒഴിവായി പോവും. സോ ഇതും തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടിയെന്ന് മനസ്സിലായി. സർ അടുത്ത ഡൗട്ട്, ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കണോ? രണ്ടാമത്തെ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കണോ? അതെങ്ങനെ തീരുമാനിക്കാൻ സാർ? എങ്ങനെ പറഞ്ഞേ? സമചിഹ്നത്തിൻ്റെ അപ്പുറത്ത് ഇവിടെ 8, ഇവിടെ -2. ആരാ വലുത്? വലുതെന്ന് ചെറുതല്ലേ കുറയ്ക്കാൻ പറ്റൂ. സോ ഇവിടെ അല്ലേ വലുത്, അതായത് 1 അല്ലേ വലുത്. സോ 1 നമുക്ക് എന്ത് ചെയ്യാം മുത്തുമണികളെ? 2 കുറയ്ക്കാമെന്ന് മനസ്സിലായി സാറേ. അതായത് ഇക്വേഷൻ 1 - 2 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആണല്ലോ? സോ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കുറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3x, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2x, ഓലെ തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് എന്ത്? 3x നമ്മൾ എന്ത് ചെയ്യണം? 2x കുറയ്ക്കണം. സർ 3x 2x കുറച്ചാൽ 1x ആണ്, അല്ലെങ്കിൽ എന്താണ്? x ആണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി സാർ എന്താണ്? ഇവിടെ -y ആണ്, അതുപോലെ ഇവിടെ എന്താണ്? -y ആണ്. -y കുറച്ചാൽ എന്തായി പോവും? രണ്ടും ഒരേപോണുള്ള സാധനമല്ലേ? ഒരേപോണുള്ള ആൾക്കാരെ കുറച്ചാൽ എന്തായി പോവും? ക്യാൻസലായി പോവും. അതായത് -y കുറച്ചാൽ എന്തായി പോവും സാർ? ക്യാൻസലായി പോവും. അപ്പോൾ y ഉണ്ടോ? ഇല്ല. അത് വേറൊരു രീതി പറയട്ടെ സാറേ. -y കുറച്ചാൽ ക്യാൻസലായി പോകുന്നല്ലേ സാർ പറഞ്ഞേ? ഓക്കെ, ഒന്നുമില്ല, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, സോ -y ആണ് ഇവിടെ വൈൻ്റെ സ്ഥാനത്ത്, ഇവിടെ ഉള്ളതും -y ആണ്. -y കുറച്ചാൽ ക്യാൻസലായി പോയി. y ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇനി ബാക്കി എന്താ ഉള്ളത് നോക്കാം. സർ ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടത് 8 എന്ത് ചെയ്യണം? -2 കുറയ്ക്കണം. എന്ത് ചെയ്യണം? 8 ആണ് ആദ്യത്തെ ഇക്വേഷനിൽ നമ്പറിൻ്റെ സ്ഥാനത്തുള്ളത്, രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ഥാനത്തുള്ളത് -2 ആണ്. ഇതിങ്ങനാണോ എഴുതേണ്ടി? അല്ല, ഇവരെ തമ്മിൽ കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. സോ ഒരു മൈനസ് സൈന് ഒന്നും കൂടി ഇടണം. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 8 - -2. സാർ ഒരു ബേസ് അവിടെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള ബേസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ ബേസ്? സാർ സിമ്പിൾ, 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആവും സാറേ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിയോളൂ, 8 - -2 അല്ലേ? ഈ 2 മൈനസ് കൂടിയ പ്ലസ് ആവൂലേ? ഈ 2 ഇവിടെ ഇതാ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 + 2 സാറേ 10 ആണ്. എക്സ് ഞങ്ങൾക്ക് 10 കിട്ടി സാറേ. അടിപൊളി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജാ. അപ്പോൾ രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്ര? 10 വയസ്സ്. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, റഹീമിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയായിരിക്കും സാർ?
സർ അത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ കിട്ടണേ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇക്വേഷനിൽ ആ ഒരു ഏജ് എക്സിന് വാല്യൂ കൊടുത്താൽ മതി അല്ലേ. സോ ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുത്താൽ എന്താ വരിക, 30 വൈ കുറച്ചാൽ 8. അപ്പോൾ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ എക്സിൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക, എന്നിട്ട് വൈന് ഒരു സൈഡിലാക്കിയിട്ട് വൃത്തിക്ക് ആൻസർ ചെയ്യാന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം വൈ എങ്ങനെ കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 10 എന്നാണ് നമുക്ക് കിട്ടിയത്. അതെവിടെ കൊടുക്കുക, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ അത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സംഭവിക്കുന്ന മിറാക്കിൾ എന്താണെന്ന് നോക്കിയോളൂ. സോ 3x - y = 8 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. 3x - y = 8 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. എന്താണ് 3x - y = 8. ഓക്കെ, യെസ്, ഇത് ഞാൻ ലേശം ചെറുതാക്കി അങ്ങോട്ട് വെക്കാം. 3x - y = 8 അല്ലേ അച്ഛാ, ലേശം ചെറുതാകുക, ഇവിടെ അടങ്ങിയിരിക്കുക. ഓക്കെ, നീ ലേശം ചെറുതാകുക, ഇവിടെ ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും സ്ഥലം ഉണ്ടല്ലോ, ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. ഓക്കെ സാർ, ഇനി ഈ സ്ഥാനത്ത് ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്താൽ മതി മുത്തൂസേ? സാർ 10 കൊടുത്താൽ മതി. അതായത് എക്സ് 10 കിട്ടി, അത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനായി ഇതിൽ ഇടാൻ പോവുക. എന്തിന്? എന്നാൽ എനിക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. സോ എക്സിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു നോക്ക്, 3 × 10 എത്ര സാറേ? 30 കിട്ടും. -y = 8. സാർ വൈൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? വൈന് ഒരു സൈഡിൽ ഒറ്റക്കാക്കണം. അപ്പോൾ മക്കൾ വിചാരിക്കും ഓക്കെ എന്നാൽ ഈ വൈ ഇവിടെ നിന്നോട്ടെ, ഈ 30 എങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ സാർ. എന്താ വൈ ഇവിടെ ഉണ്ടെങ്കിൽ ഇതെന്താ -y ആ, -yൻ്റെ വാല്യൂ കിട്ടൂ. നമ്മൾ -yൻ്റെ വാല്യൂ ആണോ കിട്ടേണ്ടത്? അല്ല, വൈൻ്റെ ആണ് കിട്ടേണ്ടത്. ഓക്കെ, സോ ആദ്യം സാർ എന്ത് ചെയ്യാണ്, ഈ -yനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒറ്റക്കങ്ങാക്കാം. അപ്പോൾ -y ഇങ്ങോട്ട് പോയാൽ +y ആയില്ലേ, അപ്പോൾ +y ഇവിടെ ഒറ്റക്കാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ 8നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം. സോ നോക്കിയോ, ഇവിടെ ഉള്ളത് 30 ഇവൻ അങ്ങോട്ട് പോയി, ഈ 8 ഇങ്ങോട്ട് വന്നാൽ -8 = -y ഇങ്ങോട്ട് വന്നാൽ +y അല്ലെങ്കിൽ വെറും y. സോ 30 8 കുറയ്ക്കുക, എത്രയാണ് സാർ? 22 = y, അല്ലെങ്കിൽ y എന്താണ് മുത്തുവോ? 22. y എത്ര? 22. എക്സ് എത്ര? 10. സോ നമുക്ക് എന്തായിരുന്നു എക്സും വൈയും? സാർ ഇപ്പോഴുള്ള ഓരോ ഏജുകളാണ് എക്സ് വൈ എന്ന് നമ്മൾ എടുത്തത്. ഓക്കെ, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഓലെ ഇപ്പോഴുള്ള ഏജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പോഴുള്ള ഏജിനെ നമ്മൾ എക്സ് എന്നും വൈ എന്നും വിളിച്ചു. ആൻഡ് നമ്മൾ കണ്ടുപിടിച്ചു എക്സ് എത്രയാണ് സാറേ? എക്സ് 10 സാറേ. അതായത് റഹീമിന് രാമുവിന് ഇപ്പോഴുള്ള ഏജ് 10 സാറേ. റഹീമിന് എത്രയാണ് സാറേ? 22. നമ്മളിവിടെ ചെയ്തത് എന്താണ്? നമുക്ക് രണ്ടാളെ ഏജ് അറിയൂല ഇപ്പോഴുള്ള. സോ അതിന് എക്സ് വൈ എന്ന് എടുത്ത്. ആൻഡ് 4 വർഷം മുന്നേ പോലെ ഏജ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ 4 വർഷം മുന്നേ, ഇപ്പോൾ എക്സ് ആണെങ്കിൽ 4 വർഷം മുന്നേ x - 4 y - 4, ഇത് തമ്മിൽ കണക്ഷൻ എന്താ? ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് കിട്ടുക. അത് വെച്ച് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ആൻഡ് 2 വർഷത്തിന് ശേഷം പോലെ ഏജ് തമ്മിൽ എന്താ കണക്ഷന്? 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അതിൻ്റെ മുന്നേ 2 വർഷത്തിന് ശേഷം ഓൾക്ക് എത്ര ഏജ്? ഇപ്പം എക്സ് ആണ്, 2 വർഷത്തിന് ശേഷം x+2 അത് പോണ ഇതും. സോ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താ? 2 കൊണ്ട് ഗുണിക്കണം. ആ ഒരു സാധനം വെച്ച് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾക്കറിയാം. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൽ എക്സിനെയോ വൈനെയോ ഒഴിവാക്കിയാലേ ആൻസറിലേക്ക് എത്തും നമുക്കറിയാം. സോ അതിന് വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ ഇവിടെയും -y ഉണ്ട്, ഇവിടെയും -y ഉണ്ട്, ഒരേ പോണുള്ള ആൾക്കാർ. സോ ഓലെ തമ്മിൽ കുറച്ചാലാണ് ഒഴിവാകുക എന്ന് മനസ്സിലായി. അതായത് 2 ഇക്വേഷൻ നമുക്ക് കുറയ്ക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ കുറച്ചപ്പോൾ എക്സ് കിട്ടി. ആ കിട്ടിയ വാല്യൂ ആദ്യത്തെ എക്സിന് കിട്ടിയ വാല്യൂ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ വൈൻ്റെ വാല്യൂവും കിട്ടി. സോ നമുക്ക് പറയാൻ പറ്റും റഹീമിന് ഇപ്പോഴേ എത്രയാണ് ഏജ്? രാമുവിൻ്റെ ഏജ് ഇപ്പോൾ എത്ര? രാമൂസ് ഏജ് നൗ. രാമുവിന് ഇപ്പോൾ എത്രയാണ് ഏജ്? ഞങ്ങൾ എക്സ് എന്നാണ് എടുത്തത് സാറേ. ആ എക്സ് 10 സാറേ. അങ്ങനെയെങ്കിൽ റഹീമിൻ്റെ ഏജ് ഇപ്പോഴത്തെ എന്താ? റഹീംസ് ഏജ് നൗ. റഹീമിന് ഇപ്പോഴുള്ള ഏജ് എത്ര സാർ? അത് ഞങ്ങൾ വൈ എന്നാണ് എടുത്തത്. അത് 22. ഞങ്ങളുടെ ആൻസറിലേക്ക് എത്തി സാർ. അങ്ങനെയെങ്കിൽ സാറേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവന്മാർ തന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് വെറുതെ നോക്കേ. സാർ പറഞ്ഞിട്ടുണ്ട് രാമുവിൻ്റെ ഏജ് ഇപ്പോൾ 10, റഹീമിന് 22. ആൻസറായി. പക്ഷെ നമ്മൾ ആ ചെയ്തെന്നും അറിയുന്നൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ? അപ്പം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം 10, 4 വർഷത്തിന് ശേഷം ഇവൻ എത്ര ഏജ്? 14. 4 വർഷത്തിന് ശേഷം ഇവൻ എത്ര ഏജ്? 4 വർഷത്തിന് ശേഷം എവിടെയോ എന്തോ തെറ്റിയോ? 14. റഹീമിൻ്റെ ഏജ് 22, 26. 14. അയ്യോ, എവിടെയോ ഒന്ന് തെറ്റിക്കല്ലോ.
8+2 10 30 8 വർഷം 22. അയ്യോ 4 വർഷത്തിന് ശേഷം എവിടെ തെറ്റുപറ്റി? 4 വർഷം, സോറി 4 വർഷത്തിന് ശേഷം ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. 4 വർഷത്തിന് ശേഷം നല്ലല്ലേ പറഞ്ഞത്, 4 വർഷം മുന്നേ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ 10 4 വർഷം മുന്നേ എത്ര? 6. ഇപ്പൊ 22 ആണെങ്കിൽ 4 വർഷം മുന്നേ എത്ര? 18 അല്ലേ? രണ്ടാൾ ഏജ് കണക്ഷൻ നോക്കടാ. 6ഉം പാട്ടും തമ്മിൽ എന്താ കണക്ഷൻ? സാർ 6നെ 3 കൊണ്ട് ഗുണിച്ചാലാ പാട്ട്, 3 ഇരട്ടിയാ നമ്മൾ പറഞ്ഞില്ലേ? ശരിയാ. ഇനി നോക്കടാ, 2 വർഷത്തിന് ശേഷമല്ല പറഞ്ഞത്. സോ ഇപ്പൊ 10 2 വർഷത്തിന് ശേഷം എത്ര ആയിരിക്കും? 12 ആയിരിക്കും. ഇപ്പൊ 22 2 വർഷത്തിന് ശേഷം എത്ര ആയിരിക്കും? 24 ആയിരിക്കും. എന്താ കണക്ഷൻ എന്ന് നോക്കുമുത്തോ? ഡബിൾ അല്ലേ? 2 കൊണ്ട് ഗുണിക്കുന്നല്ലേ? ഇരട്ടിയല്ലേ? 12ന്റെ ഇരട്ടിയല്ലേ 24. സോ നമ്മുടെ ആൻസർ എന്താണ് സാറേ? യെസ്, രാമുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് 10, റഹീമിൻ്റെ ഇപ്പോഴത്തെ ഏജ് 12. ഇത് ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം എത്ര മിനിറ്റ് ആയി? യെസ്, 35 മിനിറ്റ് ആയി. ഓക്കെ, എന്തായി? 35 മിനിറ്റ് ആവും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത് ഒരു ചെറിയൊരു കാര്യമല്ല. പെയർസ് ഓഫ് ഇക്വേഷൻ എന്നുള്ള മുഴുവൻ ചാപ്റ്ററിൻ്റെ ഒരു സംഭവവും നമ്മൾ ചെയ്തു. അതേസമയം തന്നെ എന്തും കൂടി ചെയ്തു സാർ? ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോയി. സോ ഈ 35 മിനിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല, റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അയ്യോ പോയല്ലോ, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പഠിച്ചത് പ്രത്യേകിച്ച് ആ ബേസ് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗപ്പെടും. സോ ഇത്രയും എന്തോ സാറേ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് ബോധം കെടാൻ ആരും നിൽക്കണ്ട. ഞാൻ വൃത്തിയിലും മെനയിലും എഴുതിയോണ്ടാണ് ഇത്രയായി പോയത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്തത് ഇപ്പോഴത്തെ ഏജ് എക്സ് എന്ന് വൈ എന്ന് എടുത്തു, 4 വർഷം മുന്നുള്ള ഏജ് എടുത്തു, അതിൻ്റെ കണക്ഷൻ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. 2 വർഷത്തിന് ശേഷമുള്ള ഏജ് എഴുതി, അതിൻ്റെ കണക്ഷൻ ഉപയോഗിച്ച് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എന്ത്? യെസ് സാർ, അവന്മാരെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരാളെ ഒഴിവാക്കി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, അത് വെച്ച് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആൻസറിൽ ഇത്രയും സിമ്പിളാണ്. സോ യെസ്, ഇത് കണ്ടില്ല ഇത്രയും ടൈം എടുത്ത് പറയാൻ. ഇത് ലൈവ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാവരും റെഡി ആണല്ലോ? സോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ എപ്പോൾ കണ്ടു തീരുന്നോ ആ സ്പോട്ടിൽ നിങ്ങൾ ഈ ഹോംവർക്കും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? യെസ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു 4 വർഷം മുന്നേ 3 ടൈംസ്, പിന്നെ 2 വർഷത്തിന് ശേഷം 2 ടൈംസ് എന്നല്ലേ പറയുന്നത്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിക്കുന്നത് യെസ്. സോ മക്കളെ, ഇതാ നിങ്ങൾക്കുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 5 വർഷം മുന്നേ അനു ഉണ്ട്, ഹിബയും ഉണ്ട്. 5 വർഷം മുന്നേ പോലെ ഏജ് തമ്മിൽ എന്താ കണക്ഷന്? 3 ഇരട്ടിയാണെന്നാണ് പറഞ്ഞത്. 3 ടൈംസ് ആണെന്നാണ് പറഞ്ഞത്. 2 വർഷത്തിന് ശേഷം അത് ഇരട്ടിയാവുന്നതാണ് പറഞ്ഞത്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനിക്കുന്ന കൂട്ടത്തിൽ നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് സർ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ മറ്റേ ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്തത് നല്ലോണം ആലോചിക്കുക. ഇത് ആൻസർ ചെയ്യുക. ഇത് ആൻസർ ചെയ്യുന്നതിലൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾ ആൻസർ ചെയ്യുന്നത്, ഈ സകല പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഈ ഫുൾ ചാപ്റ്ററിനാണ് നിങ്ങൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ ആൻസർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ പോസ് ചെയ്തോളി. യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയിട്ട് എല്ലാവരും ആൻസർ ചെയ്യുക. ഉറപ്പാണ് നിങ്ങളിത് തൂഫാനാക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ ചാപ്റ്റർ ഒന്നും ഒരു വിഷയമല്ല, ഇതിൻ്റെ ബേസ് ഒക്കെ ക്ലിയർ ആണ്. സകല ചാപ്റ്ററിലേക്കുള്ള ഒരുപാട് ബേസുകൾ നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. സോ എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.